ഓപ്പൺ ആകുന്നുള്ളത് നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ തെറ്റിയാൽ ഇപ്പോഴും പറയുന്നു, ഇപ്പൊ നമ്മളിപ്പം ടെക്നിക്കലി നമ്മളിപ്പോ അടുത്ത ആഴ്ച ഇന്നതുപോലെ സംഭവിക്കും എന്നുള്ളത് 100% ഉറപ്പ് തരുന്ന ടെക്നിക്കൽ അനാലിസിസ് നടന്നാൽ പോലും അതും തെറ്റിയേക്കാം. കാരണം എനിക്കൊന്നും ഒരു അക്കാദമി അങ്ങനെ പറയണമെന്നില്ല, പറഞ്ഞു തരണമെന്നില്ല. കാരണം അവർ പഠിപ്പിക്കുന്ന സാധനങ്ങൾ 100% വർക്കൗട്ട് ആവും എന്ന് പറഞ്ഞിട്ടാണ് പലരും. പക്ഷേങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ടെക്നിക്കല് തെറ്റിയാൽ പോലും നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് പോകാതിരിക്കാനുള്ള സിസ്റ്റം നമ്മൾ ആദ്യമേ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആദ്യമേ എന്തായിരിക്കണം, ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഓവർനൈറ്റ് സക്സസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എപ്പോഴും ഇത് നിരന്തരം പറയാനുള്ള കാരണം, നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ട്രേഡിൽ ഇറങ്ങുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് വേറെയാണ്. ഇവൻ ഞാനടക്കം, ഇപ്പൊ ഞാൻ പോലും എനിക്ക് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ മറ്റൊരാളെ വെച്ചിട്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ ട്രേഡിൽ ഇറങ്ങുമ്പോൾ നമ്മളെ ക്യാപിറ്റലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ 0.01 അല്ലെങ്കിൽ 0.02 ആണെങ്കിൽ നമ്മൾ എന്താവും, ഓട്ടോമാറ്റിക്കലി നമ്മളല്ലാതായി മാറും ട്രേഡിൽ ഇറങ്ങുമ്പോൾ. അപ്പൊ ആ ഒരു സിനാരിയോ നമ്മൾ എന്താവണം. അതുകൊണ്ടാണ് നമ്മൾ മെന്റർഷിപ്പിലായത്. നിങ്ങൾ ലൈവിൽ ഇറങ്ങിയാലും മെന്റേഴ്സുമായിട്ട് എപ്പോഴും നിരന്തരം കണക്റ്റഡ് ആവണം. നിങ്ങൾക്ക് എന്ത് മെന്റൽ പിന്നെ സ്റ്റാഗ്നിറ്റി സംഭവിക്കുമ്പോൾ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യണം നിർബന്ധമായിട്ടും പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മള് പിന്നെ ലൈഫ് പിന്നെ ലോങ് ടേം പ്രോസസ്സാണ്. അതായത് മാർക്കറ്റിൽ നിന്ന് ഇപ്പം ചിലപ്പം കഴിഞ്ഞ വീക്കിൽ നഷ്ടം വന്നവരുണ്ടാവാം, പിന്നെ കംപ്ലീറ്റ് എമൗണ്ട് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയവരുണ്ടാവാം. എന്നാലും മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിന്റെ വിഷയം കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഇവിടെ ഉള്ള ഇപ്പം ലോസ്. ഞാൻ പ്രോഫിറ്റ് വാട്ടവർ ചിലപ്പം ഡബിൾ ആക്കിയ ആൾക്കാരുണ്ട്, 150% എടുത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാനെപ്പോഴും പലപ്പോഴും ഒരു മാസം കൊണ്ട് 100% ഡബിൾ ആക്കുന്നത് ഒരിക്കലും എന്തില്ല, ഒരു ട്രേഡിംഗ് സിസ്റ്റം അല്ല. നമ്മൾ ഒരു ദിവസം 1% എടുക്കാൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് $1000 കൊണ്ട് $10 എടുക്കാൻ നമ്മൾ എന്താണ്, നമ്മൾ കേപ്പബിൾ ആണ്. അത് എടുത്ത് പോകാൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് $10,000 പിന്നെ 1% എടുക്കാൻ പറ്റും. മന്ത്ലി നമുക്ക് മാന്യമായ ഒരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊക്കെ നമുക്ക് ബിയോണ്ട് ദ വേല നമ്മൾ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ഒരുപാട് എക്സ്പെക്ടേഷനായിട്ട് വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കാം, നമുക്ക് തൃപ്തിയല്ലതാവും. നമ്മൾ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ലോട്ട് മാറിപ്പോവും. നമ്മൾ പിന്നെ വലിയ പ്രോഫിറ്റ് കിട്ടിയാലേ നമുക്ക് സാറ്റിസ്ഫിക്കേഷൻ കിട്ടുള്ളൂ എന്നുള്ളൊരു മൈൻഡ് വരുന്നതുകൊണ്ടാണ് പലർക്കും എന്ത് വരുന്നത്, ലോസ് സംഭവിക്കുന്നത്. കാരണം ലോസ് ഒബ്വിയസ്ലി പിന്നെ ഇവിടെ ഇപ്പം ലോസ് സംഭവിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇപ്പം ലൈവിലൊക്കെ ഇറങ്ങാൻ പോകുന്നവരൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറയാനുള്ളത് ഒരൊറ്റ റീസണിലെ നമുക്ക് പിന്നെ എന്താവുള്ളൂ, പിന്നെ ഇവിടെ മാർക്കറ്റ് ലോസ്. മാർക്കറ്റിനെ എപ്പോഴും എന്താണ്, മാർക്കറ്റ് അതിൻ്റെതായ രീതിയിലേ പോകുള്ളൂ. നമ്മളെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് എത്ര ലോസ് കൊടുക്കണമെന്നും നമുക്ക് എത്ര പ്രോഫിറ്റ് എടുക്കണം എന്നുള്ള ഒരു സിനാരിയോ നമ്മൾ പിന്നെ റെഡിയാക്കാൻ, ഒരു ഡിസിപ്ലിൻ ട്രേഡറായി മാറാൻ നമ്മൾ റെഡി ഉണ്ടെങ്കിൽ മാർക്കറ്റ് എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് തരുന്ന ഒരു പിന്നെ അവസ്ഥയായിട്ട് തന്നെ. ഇപ്പൊ ചില സ്റ്റുഡൻസ്, ഇപ്പൊ ആസാദ് ഭായി എന്നെ നമ്മൾക്ക് നിരന്തരം കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ചിലപ്പോൾ ഞാൻ മൂപ്പറോട് ചോദിക്കാറുണ്ട്, മൂപ്പർ നമ്മളെ സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ മൂപ്പറോട് ചോദിക്കും പിന്നെ ഇന്ന് എന്താ ഇത്, കാരണം പിന്നെ മൂപ്പർ ബുള്ളിയൻസും മറ്റൊക്കെ ചെയ്യണത് കൊണ്ട് മാർക്കറ്റിന്റെ ഫണ്ടമെന്റൽ നോളജ് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ഇന്ന് എനിക്ക് പിന്നെ രണ്ടു മൂന്നും ഡാറ്റാസ് അയച്ചു. കാരണം പിന്നെ ചൈനയായിട്ടുള്ള എന്തോ ഒരു സംതിങ് ഇത് നടന്നു. അപ്പോൾ അത് എന്താവും, ഇന്നലെ ഇന്നും നടന്ന ഇമ്പാക്റ്റുകൾ മാർക്കറ്റ് എവിടുന്ന് ഓപ്പൺ ആവാന്നുള്ളത് നമ്മുടെ കയ്യിൽ ചിലപ്പം കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ റൂൾ നമ്പർ 9 വളരെ കൃത്യമാക്കിയത്. വീക്കെൻഡിൽ ഒരു കാരണവശാലും നമ്മൾ എന്താ വരുന്നത്, ഇവൻ ലോസ് ആയിക്കോട്ടെ, നമ്മൾ ലോസ് ആണെങ്കിലും ട്രേഡ് കട്ട് ചെയ്തിട്ട് വേണം എന്താവാനും നെക്സ്റ്റ് മൺഡേ നമ്മൾ മാർക്കറ്റിനെ വരവേക്കാനും. കാരണം പുതിയ ഫ്രഷ് മാർക്കറ്റ്, ഇപ്പൊ നമ്മളൊരു സെല്ലിട്ടു, നമ്മൾ വിചാരിക്കുക ഇനി നമ്മൾ ഇട്ടത് കൊണ്ട് മാർക്കറ്റ് എന്റെ പരിധിക്ക് അനുസരിച്ച് ഇനി നമുക്ക് കാണുന്നതൊക്കെ സെല്ലായിരിക്കും. ഇവിടെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും സെല്ല് വരും, സെല്ല് വരും, സെല്ല് വരും. അങ്ങനെ നമ്മൾ പിന്നെ താഴ്ന്ന സെല്ല് പിന്നെ ഈക്വലി നമ്മൾ ഇങ്ങനെ പിടിച്ചു പോകും. അവസാനം എന്തുണ്ടാവും, നമ്മൾ വിചാരിച്ചിടത്തേക്കല്ല, അതായത് മാർക്കറ്റിന്റെ രീതിക്ക് പോകുമ്പോൾ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ലോസ് വന്നേക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ലാസ്റ്റ് വീക്ക് ഒരുപാട് പേര് പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട്. പ്രോഫിറ്റ് എടുത്തവരോടൊക്കെ പറയാനുള്ളത്, പിന്നെ നമ്മൾ ഈ പ്രോഫിറ്റ് എടുത്ത സിനാരിയോ ചിലപ്പോൾ നിങ്ങൾ ലോട്ട് മാറി ചെയ്തിട്ടും അതുപോലെ തന്നെ എക്സ്പെക്ടേഷനേക്കാൾ അപ്പുറം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 40% ഒക്കെ വീക്കിലി പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട്. $1000 കൊണ്ട് $400 പ്രോഫിറ്റ് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് അങ്ങനെ എടുത്തത് വെച്ചിട്ട് ഇപ്പം എനിക്കൊക്കെ മെസ്സേജ് അയക്കും, സാർ ഞാൻ $400 പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഇങ്ങനെ ചെയ്യരുത് എന്നേ പറയുള്ളൂ. കാരണം അങ്ങനെ എടുത്ത് അതാണ് ട്രേഡിംഗ് എന്നുള്ള ഒരു സിനാരിയോ നമ്മൾ മൈൻഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, പിന്നെ നഷ്ടം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതേ മെത്തേഡ് വീണ്ടും നെക്സ്റ്റ് വീക്കിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമുക്ക് നഷ്ടങ്ങൾ വരാൻ തുടങ്ങും. ഒരു കാരണവശാലും എന്താവരുത്, പിന്നെ നമുക്കൊരു ലിമിറ്റഡ് എമൗണ്ട്, ഞാൻ എപ്പോഴും പറയാം, ഇപ്പൊ നമ്മൾ സെഷനിലൊക്കെ പറഞ്ഞാൽ പൊന്മുട്ടിടുന്ന ഒരു താറാവാണ് നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു സ്കില്ല്, നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാം.
അവിടെ നമ്മൾ കയറിയിട്ട് വിഷം കൊടുത്ത് കൊല്ലാതിരുന്നാൽ മാത്രമേ, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ടെക്നിക്കല് എന്തോ തെറ്റിക്കോട്ടെ, നമ്മള് നമുക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള യാതൊരു സംഗതി നമ്മളെ കയ്യിലില്ല. നമ്മള് ട്രേഡിംഗ് വ്യൂ ചിലപ്പോൾ നമ്മൾ നോക്കാൻ മറന്നുപോയി. പക്ഷെങ്കിൽ എന്താവും, നമ്മൾ റൂള് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവാൻ, അല്ലെങ്കിൽ മന്ത് എൻഡിങ്ങിൽ നമ്മൾ എന്തായാലും പ്രോഫിറ്റബിൾ ആയിരിക്കും. സോ അത് നമ്മളിപ്പോൾ മൈൻഡിൽ വെച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പലപ്പോഴും പല സ്റ്റുഡൻസും നമുക്ക് പേഴ്സണലി മെന്റേഴ്സിന് മെസ്സേജ് ചോദിക്കാറുണ്ട്, സാർ ഞാൻ ഇത്ര പ്രോഫിറ്റ് എടുത്തു, ഞാൻ ഈ മെത്തേഡ് തന്നെ തുടരട്ടെ. കാരണം നമ്മൾ ഇപ്പൊ ലാസ്റ്റ് 1 month ആയിട്ട് ബൈ നന്നായിട്ട് ഇട്ടു. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചത് മാർക്കറ്റ് നമ്മൾ ഒരു മാസം കണ്ടുകൊണ്ട് ഇനി അങ്ങനെ തന്നെ പോയേക്കാന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷെ ലാസ്റ്റത്തെ വീക്കിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് വന്നിട്ട് ഡൗൺ ട്രെൻഡ് പിടിച്ചു, അല്ലെങ്കിൽ ഒരു ഡൗണിലോട്ടേക്ക് കൊണ്ടുപോയി. ഇനി മേ ബി ചിലപ്പോൾ നാളെ എന്താ സംഭവിക്കാന്നുള്ളത് നമ്മുടെ കയ്യിലേ അല്ല. ആ ഒരു ബോധ്യം നിർബന്ധമായിട്ടും ഓരോരാൾക്കും നമുക്ക്, മാർക്കറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. പക്ഷെ എന്താണ്, നമ്മുടെ കയ്യിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകേണ്ട ഒരു മെത്തേഡ് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പൊ ഇവിടെ ലോസ് വന്നവരോട് പേരെടുത്ത് ചോദിക്കില്ല. ചിലപ്പോൾ ചിലരൊക്കെ നമ്മളോട് ലോസ് വന്നാലും വന്ന് പറയും, പ്രോഫിറ്റ് വന്നാലും വന്ന് പറയാറുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും ലോസ് വന്നവര് ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും മെന്റേഴ്സ് എന്തെങ്കിലും വിചാരിക്കുമല്ലോ പറയുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളോടൊന്നും പറയാറില്ല. പക്ഷെങ്കിൽ ലോസ് വന്നവര് കൃത്യമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് അവർ ലോസ്, അല്ലെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള കാരണം നമ്മളെന്തെങ്കിലും നമ്മളെ പൊട്ടത്തരം കൊണ്ട് മാത്രമേ നമുക്ക് എന്താവുള്ളൂ, മാർക്കറ്റ് ലോസ് തരുള്ളൂ. മറ്റേ ലോസുകളൊക്കെ, അതായത് നമ്മൾ മാർക്കറ്റ് ഒപ്പം സഞ്ചരിച്ച് നമ്മൾ വരുത്തി വെക്കുന്ന ലോസുകൾ എന്തായി, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്നു. ഇപ്പൊ പലരും എൻ്റെ ഈ ടോക്ക് കേൾക്കുമ്പോൾ ലൈവിൽ ചിലപ്പോൾ ലോസ് ആക്കിയ ഇവരൊക്കെ ചിരിക്കേണ്ടോ, കാരണം ഞാൻ എൻ്റെ മണ്ടത്തരം കൊണ്ടാണല്ലോ ലോസ് ആക്കിയത്. ഞാൻ അന്ന് ആ ബൈ ഇടുന്ന സമയത്ത് ഞാൻ ആ സെല്ല് ഇടുന്ന സമയത്ത് എനിക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ എനിക്ക് നേടാൻ പറ്റും. എനിക്ക് ഇന്ന് സാറ് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ലൈവിൽ ഉറപ്പായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള ബോധ്യം. കാരണം ഇത് ഞങ്ങള് ഇപ്പൊ തുടക്കം മുതൽ ഒരു അക്കാദമി എനിക്ക് തോന്നുന്നില്ല ക്ലാസ് കഴിഞ്ഞ് ഓൾഡ് സ്റ്റുഡൻസിനെ പിടിച്ചിരുത്തിയിട്ട് ഇതുപോലെ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മളോട് പല സ്റ്റുഡൻസും വന്ന് പറയാറുണ്ട്, അവര് ക്ലാസ് കഴിഞ്ഞങ്ങ് വിടും, പക്ഷെ നമ്മൾ ഇപ്പോഴും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത്. കാരണം ഇത് എന്തൊക്കെ നടന്നാലും നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള, ഇപ്പോഴും വന്നിട്ട് നമ്മൾ സെഷനിൽ ആദ്യ ദിവസം പറഞ്ഞ സംഗതികൾ തന്നെ ഞാൻ കോലങ്ങൾ മാറ്റിയിട്ട് മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണുള്ളൂ. ഇപ്പോൾ നമുക്ക് പുതുതായിട്ടൊന്നും, പക്ഷെങ്കിൽ നമ്മൾ ഈ ഒരു ഇരുത്തം അല്ലെങ്കിൽ വീക്കെൻഡിൽ നമ്മൾ ഇരുന്ന് നമ്മളെ മൈൻഡിന് എപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. കാരണം ഞാൻ അങ്ങനെ പോകരുത് അങ്ങനെ പോയിക്കാനല്ല എനിക്ക് നഷ്ടം വന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പം ലൈവിലുള്ളവർ തന്നെ ഡെമോയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട്, കാരണം നിങ്ങൾ ഒരൊറ്റ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നമ്മളെ കൺട്രോൾ ചെയ്യാൻ മാത്രം പഠിച്ചു. അതായത് ട്രേഡിനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിനെ 100% നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. ഞാൻ ഇപ്പോഴും പ്രോഫിറ്റ് എടുത്ത ഒരുപാട് പേര് ലാസ്റ്റ് വീക്കിലുണ്ട്, വിഡ്രോ അടിച്ച് സന്തോഷം പങ്കിട്ട ഒരുപാട് പേരുണ്ട്. അതൊക്കെ എന്താണ്, അവർക്ക് ചെക്ക് ഇട്ടപ്പോ മുതൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രോഫിറ്റ് എടുത്തിട്ട് സാർ നമ്മളെ ദൈവന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അതിലൊന്നും നമ്മൾ എന്തില്ല, ഓവർ എക്സൈറ്റഡോ മറ്റൊന്നും ആവേണ്ട ആവശ്യമില്ല. മാന്യമായിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകേണ്ട സിസ്റ്റം, അതായത് ലോട്ടൊന്നും മാറ്റാതെ നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തണം. ഞാൻ പറയുന്നു, $1000 $2000 ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ ആക്കുന്നതല്ല ട്രേഡിങ്. വീണ്ടും വീണ്ടും പറയുന്നു, അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് എന്താവണ്ട, അങ്ങനെ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ പലപ്പോഴും കഴിഞ്ഞ ലാസ്റ്റ് സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രോപ്പർ ട്രേഡർ ആണെന്ന് ബോധ്യപ്പെടുത്താൻ റെഡി ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സിനാരി ഉണ്ട്. അതായത് ട്രേഡ് ചെയ്യാൻ ലക്ഷക്കണക്കിന് ഡോളേഴ്സ്, ഇപ്പൊ $2 ലക്ഷം $3 ലക്ഷം ഒക്കെ ട്രേഡ് ചെയ്യാൻ തരുന്ന കമ്പനികളുണ്ട്. അവിടെ ആകെ ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിച്ച റൂൾ, അതായത് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കാം, മാന്യമായ ലോട്ട് എടുക്കാം. അത് വെച്ചിട്ട് നമ്മൾ അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് യൂട്യൂബൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലായാലൊക്കെ, നമ്മൾ 1 ഇയർ മുന്നേ ഒക്കെ എന്തുണ്ട്, ഇപ്പൊ നമുക്ക് സെഷൻ എടുക്കാമെന്ന റിഷാദ് സാറൊക്കെ ഫണ്ടഡ് അക്കൗണ്ട്സുകൾ ഒരുപാട് പാസ്സാക്കിയിട്ടും അതൊരു ഒരു കമ്പനി നമുക്കൊരു ഫണ്ട് തരും, $1 lakh നമ്മൾ ട്രേഡർ ആണെന്ന് തെളിയിക്കാൻ നമ്മളോട് ഒരു ഫണ്ട് തരും. അത് നമ്മൾ 2 സ്റ്റേജ് പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ലൈവ് എമൗണ്ട് നമുക്ക് തരും. അതിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ 80% പ്രോഫിറ്റ് നമുക്ക് എടുക്കാം, 20% അവരെടുക്കും. അങ്ങനെയുള്ള, അതായത് പക്ഷെങ്കിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ പോകേണ്ട ഒരു സിനാരിയോ ആണ്. പലരും, അതായത്
പിന്നെ എന്നോട് പിന്നെ പല സ്റ്റുഡൻസും ഇപ്പോൾ ലാസ്റ്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ചോദിച്ചു അതെങ്ങനെ എടുക്കാന്നുള്ളത്. നമുക്കതിന് ഒരു സിറ്റിംഗ് നെക്സ്റ്റ് വീക്കൊക്കെ നമുക്കത് പ്ലാൻ ചെയ്യാം. പിന്നെ അതൊക്കെ ഡിഫറെന്റ് തേർഡ് പാർട്ടി കമ്പനികളാണ്. അവിടെയും നമുക്ക് നഷ്ടം വരാനുള്ള ഒരേ ഒരു ചാൻസ് എന്നുള്ളത് പിന്നെ നമ്മളിൽ ഉണ്ടാക്കുന്ന പൊട്ടത്തരങ്ങളും മിസ്റ്റേക്കുകളും മാത്രമായിരിക്കും. കാരണം ട്രെൻഡ് അതേ രീതിക്ക് പോകും. ചിലപ്പം എന്ത് സംഭവിച്ചാലും മാർക്കറ്റിൽ അവർക്കൊക്കെ വേണ്ടത് സ്റ്റോപ്പ് ലോസ് അടിയാന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 2 സ്റ്റോപ്പ് ലോസ് അടിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് അടിഞ്ഞ് അന്ന് ട്രേഡ് നിർത്തുന്നവരാണ് യഥാർത്ഥ ട്രേഡ്. അത് നമ്മളിങ്ങനെ പിന്നെ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെ 24 അവേഴ്സ് ഇവിടെ ഇരുന്ന് പിന്നെ മെനക്കെടേണ്ട ആവശ്യകതകളൊന്നും ഇല്ല. നമ്മളെല്ലാ സിനാരിയോസും ഞാൻ ഇപ്പോഴും ലൈവിൽ ഇറങ്ങുന്നവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഓക്കെ ആയിരുന്നു നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അതായത് എനിക്ക് ലോസ് ആക്കാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓക്കെ ആണെന്ന് അബ്സല്യൂട്ട്ലി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം, എന്നിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ച് നിങ്ങൾ ഓക്കെ ആണെന്ന്, പലപ്പോഴും സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോൾ അവർ ലോഡ് സൈസും സ്റ്റോപ്പ് ലോസ് ഒക്കെ പക്കയായിരിക്കും. നമ്മൾ ലൈവിൽ എത്തുമ്പോൾ നമുക്ക് എവിടെയോ നമ്മളെ കൺട്രോൾ തെറ്റിപ്പോകുന്നു. ആ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മാറി വരും. ഞാനിപ്പം കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണത്, അത് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറി വരും. അത് മാറി വന്ന് നമുക്ക് ആ സിസ്റ്റത്തിലോട്ടേക്ക് നമ്മൾ എത്തും. കാരണം ഇത് ഞാൻ പറയാറുണ്ട്, ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമ്മൾ പഠിച്ചെടുത്ത് അങ്ങനെയല്ല, നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകണം. ഇപ്പൊ ഞാനൊക്കെ 8-9 വർഷമായി പിന്നെ നമ്മൾ പിന്നെ മേഖലയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും ഇപ്പോഴും ചിലപ്പം നമ്മൾ പിന്നെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ, അതായത് ആ ഒരു ഇമോഷൻ നമുക്ക് എന്താവണം, പിന്നെ നമ്മളെ മൈൻഡിനോട്, നമ്മളെ ബോഡിയോട്, നമ്മളെ സിസ്റ്റത്തോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് എടുത്ത് ഒരുപാട് പിന്നെ ജെൻസും ലേഡീസ് ബാച്ചിനും ജെൻസ് ബാച്ചിനും ഒരുപാട് പേരുണ്ട്. പിന്നെ അവരോടൊക്കെ പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ചിലപ്പോൾ ലക്കിക്ക് പ്രോഫിറ്റ് ആയവരുണ്ട്. അതേപോലെ തന്നെ ഈ വീക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും പിടിക്കാൻ പാടില്ല. കഴിഞ്ഞ 2 വീക്ക് കൊണ്ട് ഡബിൾ ആക്കിയ 1-2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരോടൊന്നും എന്തില്ല, അവരൊന്നും ഇവിടെ പേരെടുത്ത് പറഞ്ഞു തരാത്തത്, നിങ്ങൾ അവരോട് പോയിട്ട് അവർ പോകുന്ന മെത്തേഡ് ചോദിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞുതരും, അത് ലോസ് ആവും. ചിലപ്പം അവർ ലോട്ട് മാറി ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കടി എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരും. അപ്പൊ എന്താവരുത്, നിങ്ങളിൽ മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും പരീക്ഷിക്കണമെങ്കിൽ എന്താക്കാം, ഡെമോ എടുക്കുക, ഡെമോയിൽ ചെയ്ത് നോക്കുക. ഇപ്പൊ ലൈവിലുള്ളവരോടാണെങ്കിൽ ലൈവിൽ നിന്ന് ഇപ്പൊ മെന്റലി സെറ്റ് അല്ല, ഒന്ന് മാറി നിൽക്കണം തോന്നുകയാണെങ്കിൽ യു ജസ്റ്റ് ഗോ ഔട്ട്, അല്ലെങ്കിൽ ലൈവിൽ നിന്ന് മാറി നിന്നിട്ട് വീണ്ടും ഒന്ന് റീജോയിൻ ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇത് തന്നെയാണ് പറയാനുണ്ടാവുക ലൈവിലുള്ളവരോടും പിന്നെ ലൈവിൽ ഇറങ്ങാൻ പോകുന്നവരോടും. കാരണം ഇത് നമ്മളെ മൈൻഡിൽ റിപ്പീറ്റഡ്ലി വന്ന് ഹാബിറ്റായി മാറണം. അത് ട്രേഡിംഗ് സിസ്റ്റം നമ്മളെ ഹാബിറ്റായി മാറണം. അത് നമ്മുടെ സിസ്റ്റത്തിനോടൊപ്പം തന്നെ സഞ്ചരിക്കണം. ഇപ്പോഴും ചിലപ്പം ലൈവിൽ ഇറങ്ങാൻ ചിലപ്പോൾ ഫണ്ട് ഡിലേ ഉള്ളവർ പിന്നെ ഇല്ലാത്തവരൊക്കെ എന്താവാം, നിങ്ങൾ പിന്നെ ഈ ഒരു സ്കില്ലിനോട് പിന്നെ വിമുക്തി കാണിച്ചിട്ട് പുറത്തോട്ടേക്ക് പോകരുത്. എപ്പോഴും നമ്മൾ ഇപ്പം ഗോൾഡിന്റെ ആണെങ്കിലും ഇപ്പൊ BTCയോട് ആണെങ്കിലും എല്ലാ ട്രേഡുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. ഏത് കാലം, ഇപ്പൊ 10 വർഷം വന്നു കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ സ്കില്ലിൽ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം അന്നും തിളങ്ങി നിൽക്കാൻ പോകുന്ന ഒരു സ്കില്ല് ഇത് തന്നെയായിരിക്കും. കാരണം നമ്മളെ കയ്യിൽ പിന്നെ ഏറ്റവും പിന്നെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ എവിടെ ഇരുന്നിട്ടും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലായിട്ട് തന്നെ മാറും. ഇപ്പം ലോസ് ഇപ്പം ലൈവിൽ പ്രാക്ടീസ് ചെയ്യുന്നവരോടാണെങ്കിലും പിന്നെ ഇറങ്ങാൻ പോകുന്നവരോടാണെങ്കിലും പ്രാക്ടീസ് മുഖ്യമാണ്. കാരണം അതിലൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്കിപ്പോ ഞാൻ 1800 ഗോൾഡ് ഉള്ള സമയത്ത് ഞാൻ അന്ന് കണ്ടത്, അന്നും സെല്ലിട്ടിട്ട് ഇതിന് ടോപ്പിലാണല്ലോ, ഇതിന് താഴോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 2100 എത്തിയപ്പോഴും നമ്മളെ മണ്ടത്തരങ്ങൾ ഇപ്പൊ തുറന്നു പറയാലോ. 2100 ഇപ്പൊ ഞാൻ ആസാദ് ഭായിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ഇനി ഇതിന്റെ അപ്പുറം പോകില്ല എന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കും. വീണ്ടും മാർക്കറ്റ് അപ്പിലോട്ടേക്ക് പോകും. കാരണം നമ്മള് പിന്നെ നമ്മളെ പിന്നെ എന്താണ് അതിലിങ്ങനെ വിശ്വസിച്ച് പോകുകയാണ്. പക്ഷെ അതിന്റെ മുകളിലോട്ടൊക്കെ പോകും. പിന്നെ ഇപ്പം 1800 കണ്ടു, 2000 കണ്ടു, 2500 എത്തിയപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു ഇനി ഇതെന്തായാലും താഴോട്ടേക്കായിരിക്കും. 3000 എത്തിയപ്പോൾ നമ്മൾ 3500 എത്തിയപ്പോൾ വിചാരിച്ചു, 4000 എത്തിയപ്പോൾ വിചാരിച്ചു. ഇനിയും നമ്മൾ വിചാരിക്കും എന്താണ്, പിന്നെ ഇനി എന്തായാലും ടോപ്പിലാണല്ലോ. ഇപ്പൊ 1 ലക്ഷം ഒരു പവന് 1 ലക്ഷം റുപ്പീസ് ഒക്കെ ടച്ച് ചെയ്യാനായല്ലേ, ഇനി എന്തായാലും ഇത് താഴോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ നമുക്ക് തോന്നി. പക്ഷെ എന്തുണ്ടാവും, മാർക്കറ്റിന്റെ സിനാരി അനുസരിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെയല്ലേ അസാദ് ഭായി? യെസ് യെസ്. യെസ്. ചിലപ്പം നമ്മളെ പിന്നെ അനാലിസിസും ഒക്കെ തെറ്റിയേക്കാം. പക്ഷെ എന്തുണ്ടായിരിക്കും, നമ്മളിവിടെ പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് പിന്നെ പിന്നെ ഞാൻ പറയുന്നത് ഇവിടെ ഓവർ ഇന്റലക്ച്വൽ ആവരുത്. പിന്നെ എന്താവാം, നമ്മളിവിടെ കോമൺ മാൻ ആയിട്ട് പിന്നെ കോമൺ സെൻസിൽ മാർക്കറ്റുമായിട്ട് ഇപ്പം ഒരുപാട് ടെക്നിക്കലും യൂട്യൂബിൽ പിന്നെ 4-5 ടെക്നിക്കൽ അനാലിസിസ് എടുക്കുന്നു. പിന്നെ ഉള്ള ടെലിഗ്രാംസിൽ മൊത്തം നമ്മൾ പിന്നെ പിന്നെ ഇതിന്റെ കോൾസ് ഗ്രൂപ്പ് അല്ലെ സിഗ്നൽ കിട്ടുന്ന ഗ്രൂപ്പുകളിലോട്ടേക്ക് പോകുന്നു. ഒരാളോട് ചോദിക്കുന്നു,
പിന്നെ ഇത് ഇവിടുന്ന് ബൈയാണ്. അപ്പോൾ പറയും ഇവിടുന്ന് ഉറപ്പായിട്ടും ബൈയാണ്, മറ്റുള്ളവർ എല്ലാവരുടെ ഇവിടുന്ന് സെല്ലാണ്. അങ്ങനെ നമ്മൾ നമ്മളെ ക്ലാഷ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈവൻ സെൽ ആയിക്കോട്ടെ ബൈ ആയിക്കോട്ടെ, നമ്മൾ അതിനോടുള്ള സിസ്റ്റം ഇപ്പം 0.01 പിന്നെ ഇപ്പൊ നമ്മളെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ഒരു 60-70% ഉറപ്പ് തരുന്ന ഒരു സാധനം. ഇപ്പം പിന്നെ മാർക്കറ്റിൽ നമ്മളിപ്പോ ഒരു 1.5 മന്ത് ഒക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന്റെ ഒരു പൾസ് കിട്ടാനുണ്ട്. അതിന്റെ ഇടയിൽ കയറി നമ്മൾ പിന്നെ എന്താവാ മാർക്കറ്റിന്റെ ഒപ്പം ക്രാഷ് ആവുന്ന നമ്മളെ മൈൻഡ് ക്രാഷ് ആവരുത്. അതുകൊണ്ടാണ് ഇപ്പൊ ലാസ്റ്റ് വീക്ക് നമ്മൾ മെഡിറ്റേഷൻ വെച്ചത്. നമുക്ക് നെക്സ്റ്റ് വീക്ക് മെഡിറ്റേഷൻ ഉണ്ട്. കാരണം പിന്നെ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പം ചില ക്രാഷുകൾ, ചിലപ്പോൾ നമ്മളെടുത്തു നിന്നുള്ള ലോസുകൾ, ഇതൊക്കെ നമ്മൾ എന്തായിരിക്കണം പിന്നെ മൈൻഡിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് എപ്പോഴും ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കും. ഇപ്പം ഡെയിലി പരമാവധി ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അത് അന്നന്ന് എടുക്കുന്ന പ്രോഫിറ്റ് അന്നന്ന് ക്ലോസ് ചെയ്ത് പോകുന്നത് ശീലിക്കാൻ ശ്രമിക്കുക. ഇപ്പം അതൊരു പിന്നെ ചിലർ അതിനോട് യോജിക്കാം, ചിലർ യോജിക്കാതിരിക്കാം. പക്ഷെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ വീക്കെൻഡിൽ ഇതിന്റെ അപ്പുറം എന്താവരുത്, ട്രേഡിനെ ഹോൾഡ് ചെയ്യുക, പിന്നെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്രം മൈ സൈഡ് ടുഡേ. പിന്നെ സോ നമ്മൾ പിന്നെ മാർക്കറ്റ് ഇനി നെക്സ്റ്റ് വീക്ക് എന്ത് സംഭവിക്കാം, ലാസ്റ്റ് വീക്ക് എന്ത് സംഭവിച്ചു, ഇനി നെക്സ്റ്റ് വീക്ക് ന്യൂസ് പ്ലസ് പിന്നെ കാരണം ന്യൂസുകൾക്ക് ഇഷ്ടംപോലെ ന്യൂസുകൾ വരാനുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ സഞ്ചരിക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് വീക്ക് പിന്നെ മാർക്കറ്റ് ടെക്നിക്കലി എന്ത് പറയുന്നുള്ളത് വിശാസ് സാർ പറഞ്ഞു. സാർ യെസ്, വിശാസ് സാർ ഓഡിബിൾ അല്ലേ? അതെ അതെ, ഓടിക്കോളാം. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ. ഹായ് ഹോൾ, സ്ക്രീൻ ഷെയർ അല്ലേ? ഷെയർ ആണ്. ഓക്കെ. ഹായ് ഹോൾ, എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ നമുക്ക് ട്രേഡ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ ഏറ്റവും ഹൈ പ്രൈസ് ആയിട്ട് വന്നത് നമുക്ക് ഫസ്റ്റ് 1 ഡേ ക്യാൻഡിൽ ചെക്ക് ചെയ്യാം. ഇത് 4 അവർ ക്യാൻഡിലാണ്. 4 അവർ ക്യാൻഡിൽ ഏറ്റവും ഹൈ പ്രൈസ് ആയിട്ട് വന്നത് 4381 എന്നുള്ളൊരു പൊസിഷനിലാണ്. അതിനു മുമ്പായിട്ട് ഗോൾഡിന് ഡൗൺ ട്രെൻഡ് സപ്പോർട്ട് ലെവലിൽ നിന്നുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിട്ടില്ല. അതായത് ഗോൾഡ് ഒരേ ഹൈ വോൾട്ടിലേക്ക് അപ് ട്രെൻഡിലേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിട്ടില്ല. അതായത് കഴിഞ്ഞ ഒരു 2 വീക്ക് 3 വീക്കിനുള്ളിൽ ഇപ്പാണ് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമുക്കിവിടെ ചാർട്ടിൽ റീഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതായത് 4300 വന്നു, 4242. പിന്നെ ഈ വീക്കെൻഡിൽ ഇപ്പൊ ലാസ്റ്റ് ഔട്ടായിട്ട് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പൊസിഷനാണ്. അതായത് 4143, 4014 എന്നുള്ളൊരു പൊസിഷനാണ് സപ്പോർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സൈഡിലോട്ട് സൈഡ് വേ മാർക്കറ്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു പൊസിഷൻ കണ്ടോ, 4143, 4014 ഈ ഒരു പൊസിഷനിൽ. അതായത് ഇനി നാളെ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് മാർക്കറ്റ് ഏതൊരു പൊസിഷനിൽ നിന്ന് ഓപ്പൺ ആവുമെന്ന് അറിയില്ല. അഥവാ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന്റെ തന്നെ ഓപ്പൺ ആകുന്നത് ഏത് പൊസിഷനിലാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ 5 ഡേയ്സ് 2 ഡേയ്സ് മാർക്കറ്റ് ക്ലോസ് ആണല്ലോ. അതായത് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 4143 എന്നുള്ളൊരു പൊസിഷനാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. സപ്പോർട്ട് ആയിട്ടുള്ളത് 4014 എന്നുള്ളൊരു പൊസിഷനാണ്. അഥവാ ഇനിയിപ്പോ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് 4143 മുകളിലാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് 4300 എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വീണ്ടും പോകാൻ ചാൻസ് ഉണ്ട്. അതായത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. അതായത് സപ്പോർട്ട് ലെവൽ 4014 എന്നുള്ള ഒരു പൊസിഷൻ ക്ലോസ് ചെയ്ത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡ് 3800 ആ ഒരു പൊസിഷനിലേക്ക് നെക്സ്റ്റ് ഈ വരുന്ന നാളെ വീക്കിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നെക്സ്റ്റ് വീക്കിലാണ്, കഴിഞ്ഞ വീക്കെൻഡിലാണ് മാർക്കറ്റ് നേർക്കൊന്ന് കറക്റ്റ് ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇനി മാർക്കറ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിട്ട് വെക്കണം. ഇനിയിപ്പോ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ. യെസ് സാർ, എനിക്ക് ടെക്നിക്കലി ഉള്ളൊരു ഡൗട്ടാണ്. ഓക്കെ. പിന്നെ നമ്മള് പിന്നെ ലാസ്റ്റ് വീക്ക് ഇപ്പൊ സാറ് ക്യാൻഡിൽ സൈക്കോളജി, അതായത് ക്യാൻഡിൽസ് നോക്കിയിട്ട് പിന്നെ പറയണം. അപ്പോൾ നമ്മളിപ്പം പിന്നെ ഇപ്പം ഫണ്ടമെന്റൽ ഇപ്പം ന്യൂസുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് വലിയൊരു ഡൗൺ ട്രെൻഡ് വന്നു. അത്
പിന്നെ എനിക്ക് തോന്നുന്നു സാർ ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയുന്നതുകൊണ്ട് ഇപ്പൊ എന്നോട് എപ്പോഴും പറയുന്നത് 4380 അല്ലെങ്കിൽ 350 നിന്ന് വലിയൊരു ഡൗൺ വരാൻ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അതായത് നമ്മളിപ്പോ അത് അൺഒഫീഷ്യലി ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും പിന്നെ വിചാരിച്ചിരുന്നത് അത് ആ ഒരു ഡൗൺ പിന്നെ അപ്പിലോട്ടേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ ശരിക്കും അതെന്തെങ്കിലും മാർക്കറ്റ് സൂചന തന്നിരുന്നോ നമുക്ക്? അത് തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ 4381 എന്നുള്ള ഒരു പൊസിഷനിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്ന് 4204 എന്നുള്ളത് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തു. അതായത് പിന്നെ അപ് ട്രെൻഡിലേക്ക് ഈ ഒരു പൊസിഷൻ കണ്ടോ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നത് യെസ് യെസ് 4381 ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. അതായത് 4204. പിന്നെ അവിടുന്ന് അപ് ട്രെൻഡിലേക്ക് പോയി. അതായത് പിന്നെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 4351 എന്നുള്ള ഒരു പൊസിഷനാണ്. ഓക്കെ അവിടുന്ന് നല്ലൊരു ഡൗൺ ട്രെൻഡ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്ന് 4014 പിന്നെ സേവ് മാർക്കറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് യെസ് ഓക്കെ, അതുകൊണ്ടാണ് നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഏത് പൊസിഷനിലാണെന്ന് പറയാൻ പറ്റില്ല. അഥവാ 4143 എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4350 എന്നുള്ള പൊസിഷനിലേക്ക് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 4014 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ആയെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിന്റെ കണ്ടീഷൻ വെച്ചാൽ ഒരു സേവ് മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റ് സിറ്റുവേഷനിലുള്ളത്. ഓക്കെ ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷാ സാർ. സോ ഓക്കെ താങ്ക് പിന്നെ ഇപ്പൊ ടെക്നിക്കലിൽ കുറെ പിന്നെ ചില പുതിയ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു. അവരൊക്കെ ചാർട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ലൈൻസ് ഒക്കെ കാണുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യകതകളൊന്നും ഇല്ല. ഇത് നമ്മൾ പഠിക്കേണ്ട പിന്നെ പഠിച്ചു വരും. മാത്രമാണ്. ഞാൻ വേറെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ അതെ അതെ യെസ്, നമുക്ക് നെക്സ്റ്റ് താങ്ക് യു സോ മച്ച് ഇർഷാ സാർ. നെക്സ്റ്റ് വീക്കിൽ ക്യാൻഡിൽ സൈക്കോളജി പിന്നെ ഒന്നുകൂടി, അതായത് പലരും ചോദിക്കാറുണ്ട് ക്യാൻഡിൽസിന്റെ സ്റ്റഡീസ്, അത് നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ വീണ്ടും നമ്മൾ പ്രീവിയസ്ലി ചെയ്തുകൊണ്ടിരുന്ന പോലെ ഒന്നും കൂടി പിന്നെ തുടങ്ങണമെന്ന് പിന്നെ ഒഫീഷ്യലി പറയാണ്. ക്യാൻഡിൽസിന്റെ രണ്ടും, അതായത് കാരണം പിന്നെ 300-ലായിരം ക്യാൻഡിൽസുകൾ നമുക്ക് എന്തുണ്ട് പിന്നെ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഇന്ന ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ ഇതിന് സാധ്യത എന്നുള്ള ഒരു സ്റ്റഡിയാണ് ക്യാൻഡിൽ സൈക്കോളജി അല്ലെങ്കിൽ ക്യാൻഡിൽസിന്റെ സ്റ്റഡി എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ സാറ് പിന്നെ ചെറുതായ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് പിന്നെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഇപ്പൊ നമ്മൾ സ്കില്ല് ഞാൻ എപ്പോഴും പറയാറുള്ളത് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സ്കില്ലുകളാണ്. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചതിനേക്കാളും നമ്മൾ മെന്റർഷിപ്പ് വന്നതിനേക്കാളൊക്കെ പലരും ഇപ്പം ഞാനൊക്കെ ഇപ്പൊ ഋഷാ സാറൊക്കെ പുതിയ പുതിയ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെങ്കിലും മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. കാരണം പിന്നെ നമ്മള് പിന്നെ ആ ഒരു ഇപ്പം CPR എന്തൊക്കെയാണ് ഇപ്പൊ 3000-ഓളം ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പഠിക്കാം. ഇതൊക്കെ ഓരോരാൾ അവരുടെ മാർക്കറ്റ് സഞ്ചരിച്ച് അവരുണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ. അതുപോലെ നമ്മൾ ഇവിടെ എന്തുണ്ടായിരിക്കണം, നമ്മളൊരു സ്ട്രാറ്റജി ആരെയും കോപ്പി ചെയ്യാതെ നമുക്ക് ഉതകുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ പല ലേഡീസും പറയാറുണ്ട് പിന്നെ മോർണിംഗിൽ അവർ വളരെ ഭംഗിയായിട്ട് ട്രേഡ് എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ അവരുടെ സിസ്റ്റങ്ങൾ അവർ രൂപീകരിക്കുന്നു. ഇപ്പം പിന്നെ ന്യൂസ് ഇല്ലാത്ത സമയങ്ങളിൽ വന്ന് ട്രേഡ് എടുക്കുന്നു. ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇനി ഇപ്പൊ നമുക്ക് പിന്നെ അതുപോലെ തന്നെ പോകാൻ ചാൻസുകളെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ മാർക്കറ്റ് കുറെ തവണ അതുപോലെ പോയിനെങ്കിൽ വീണ്ടും അതുപോലെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണ്, നമുക്കൊരു സിനാരിയോ ആണ്. ഇപ്പം ഒരു ദിവസം 280 പോയിന്റ് ആണ് ലാസ്റ്റ് ഡേ ഇറങ്ങിയത്. കാരണം അത് പിന്നെ 10-15 വർഷമായിട്ട് അങ്ങനെ ഒരു ഇറക്കം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ മാർക്കറ്റിലുള്ളവർക്ക് പറയാൻ പറ്റും. പിന്നെ നാളെ ഇപ്പൊ ഒന്നും അറിയാതെ ഒരാൾ കയറി വരുന്ന ഒരാൾ വിചാരിക്കും മാർക്കറ്റ് എന്താണ് ഒരു 50-60 പോയിന്റിലൊക്കെ കളിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ നമുക്കത് ഓൾറെഡി നമ്മുടെ മൈൻഡിലുണ്ട്. കാരണം എന്താ, 281 പോയിന്റ് ഒക്കെ പോയ ദിവസങ്ങൾ പിന്നെ ഈ മാസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊരു പഠനമാണ്. പിന്നെ അതുപോലെ തന്നെ മെന്റലി ഡൗൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ നിങ്ങളെ മെന്റേഴ്സിനൊന്ന് കണക്ട് ചെയ്യും. ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ലേഡീസ് മെന്റേഴ്സ് പിന്നെ അഞ്ജല മാമും സുമയ്യ മാമും ഷഫ്നാസ് മാമും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പിന്നെ പലരും പിന്നെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പൊ പിന്നെ നമുക്ക് ഇപ്പം മെന്റലി ഇപ്പം നമുക്ക് ലോസ് വരുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ പേടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ലൈവിൽ ഇറങ്ങുമ്പോഴാണ് ഇപ്പം ഡെമോയിലുള്ളവരൊക്കെ ഇത് വിചാരിക്കും എന്താണ് ഇപ്പൊ ലൈവിൽ ഇറങ്ങുമ്പോൾ അതിന്റെ പിന്നെ ഇമ്പാക്ട് ഭയങ്കര സംഭവം തന്നെയായിരിക്കും. അപ്പം ലൈവിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഞ്ജല മാമിനെ ഒക്കെ കണക്ട് ചെയ്യാം. മാം നിങ്ങൾക്ക് മൈൻഡിന്റെ ഒരു റൂട്ട് മാപ്പ് വളരെ കൃത്യമായി വരച്ചു തരും. കാരണം നമുക്ക് മാറി നിൽക്കുക, ഇപ്പൊ ട്രേഡ് ചെയ്യാനല്ല നമുക്ക് പഠിക്കണം, ട്രേഡ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇപ്പൊ ലൈവിൽ ഇറങ്ങിയാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പറയുന്നിടത്ത് നിന്ന് മാറിയിട്ട്
ലൈവിലുള്ളവരെ കൊണ്ട് ഒന്ന് നിർത്തൂ, ഒന്ന് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ലോസ് നോക്ക്, ഇന്ന് ഇറങ്ങല്ലേ, ഇന്ന് പ്രോഫിറ്റ് ആയല്ലോ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കാനാണ് നമ്മൾ പാടുപെടാറുള്ളത്. സോ പിന്നെ അത്തരം മൈൻഡിനെ കൺട്രോൾ ചെയ്യാന്നുള്ളവർക്ക് നിങ്ങൾക്ക് അഞ്ജല മാമിനെ കണക്ട് ചെയ്യാം. മെന്റേഴ്സിനോട് ചോദിച്ചാൽ നമ്പേഴ്സ് കിട്ടും. ജെൻസിനാണെങ്കിലും മാമിനെ കണക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും പിന്നെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് പിന്നെ 2 minutes ടൈം തരാണ്. അസദ് ഭായി, നമുക്ക് നാളെ കാണാല്ലേ ഓപ്പണിംഗ് എവിടുന്നാന്നുള്ളത്? ഇൻഷാ അല്ലാഹ് നാളത്തെ ഓപ്പണിംഗ് എന്താ നോക്കുക. അതെ അതെ, ലെറ്റ്സ് എന്തൊക്കെയോ ന്യൂസുകൾ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. പിന്നെ ഡൗൺ ട്രെൻഡ് ആണ് കാണുന്നത്. നോക്കാം നമുക്ക്. നമ്മള് പിന്നെ ഡൗൺ വന്നാലും ചിലപ്പം പിന്നെ അപ്പിലോട്ടേക്ക് പോകുന്നതെന്ന് എന്റെ മനസ്സ് പറയണത്. കാരണം ലാസ്റ്റ് 2 days ഡൗണിലോട്ടേക്ക് കൊണ്ടുപോയല്ലോ. നോക്കല്ലേ, എന്തായാലും നമ്മൾ ഉറപ്പിച്ചു പോയി. ഇപ്പൊ പിന്നെ അസദ് ഭായി പറഞ്ഞതുകൊണ്ട് അത് അടിസ്ഥാനത്തിലേ ഉറപ്പിക്കാം. പറയാൻ പറ്റുള്ളൂ. ഞാൻ അതെ അതെ പറയുന്നത് അതെ ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അതെ അതെ ഓക്കെ. സോ നമുക്ക് പിന്നെ എന്തായാലും ലെറ്റ്സ് സീ. പിന്നെ മാർക്കറ്റിൽ ഇപ്പം ഞാൻ പറയുന്നത് പോലും ഇപ്പൊ അസാദ് ഭായി പറയുന്നത് വിശ്വസിക്കേണ്ട, ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. നമുക്ക് എന്തായാലും പിന്നെ കണ്ടറിയാം. നമുക്ക് നാളെ എന്തായാലും പിന്നെ ട്രേഡിങ്സ് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യാം, മാർക്കറ്റിന്റെ സിനാരിയോസ് മറ്റൊക്കെ കണ്ട് പഠിക്കാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.